ഹായ്, ഞാനൊരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത്. നമ്മുടെ രേണുസുധിയെക്കുറിച്ച്. നമ്മുടെ രേണുസുധി ഇപ്പം നല്ല ഒരു വളർച്ചയിൽ എത്തി നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പുള്ളിക്കാരിയെ കുറ്റം പറയാനൊന്നും വന്നതല്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ ഇഷ്ടമാണ്. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൽ പങ്കെടുക്കുകയും ഡാൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരി ശരിക്കും വീട്ടിനകത്ത് ഇരിക്കുകയായിരുന്നു എങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും പുള്ളിക്കാരിക്ക് കിട്ടില്ല. പുള്ളിക്കാരി പുറത്ത് ഇറങ്ങിയതിന് ഫലമായിട്ടാണ് രേണുസുധിക്ക് ഇത്രയും പ്രോഗ്രസ് ഉണ്ടായിരിക്കുന്നത്, അല്ലേ? ശരിക്കും അതാണ് സത്യം. പുള്ളിക്കാരി വീട്ടിൽ അടഞ്ഞിരിക്കുകയും കരഞ്ഞ് അങ്ങനെ അതിൻ്റെ പിറകെ പോയെങ്കിൽ പുള്ളിക്കാരി അങ്ങനെയും അങ്ങ് ആയിപ്പോയേനെ. പക്ഷേ മറിച്ച് അതല്ല, പുള്ളിക്കാരി ഇറങ്ങിയാലേ ആ ഫാമിലി കൊണ്ടുപോകാൻ പറ്റൂ, ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇറങ്ങിയത്. പക്ഷേ പുള്ളിക്കാരുടെ വളർച്ച ഭയങ്കര വലുതാണ്. അപ്പോൾ ഈ ശരിക്കും വളർന്നു വരുന്ന ആൾക്കാരെ എപ്പോഴും താഴേക്കിടാനേ മറ്റുള്ളവർ ശ്രമിക്കുകയുള്ളൂ. അതാണ് ഇതിൽ വരുന്ന ഒരു കാര്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഗോ ഫോർവേഡ് രേണുസുധി. ഓക്കെ, ബൈ.